മുഹമ്മദ് അസ്ലം ചേരുകയാണ് വിവരങ്ങളുമായി. അസ്ലം, കെ എം ഷാജി എന്ന പേരിലേക്ക് എത്താനുള്ള സാധ്യത ഈ നിമിഷം നമ്മൾ എത്രത്തോളം കാണണം? ഒപ്പം തന്നെ പി കെ ബഷീർ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന് പകരം കെ എം ഷാജിയിലേക്കുള്ള ഒരു പേരിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ് ഒരുങ്ങിയിരിക്കുന്നത്? ലീഗിൽ ഇതിനോടകം തന്നെ മന്ത്രിസ്ഥാനം ഉറപ്പിച്ച മറ്റ് നേതാക്കൾ ആരൊക്കെയാണ് അസ്ലം? ഉമ്മൻചാണ്ടി മന്ത്രിസഭ തുടർച്ചയായി വി ഡി സതീശൻ മന്ത്രിസഭയിലും മുസ്ലിം ലഭിക്കുക. അതിൽ പി കെ കുഞ്ഞാലിക്കുട്ടി എന്തായാലും ഏറ്റവും ഒന്നാമത്തെ പേരായി മാറ്റി നിർത്താം. പിന്നെയുള്ളത് മറ്റ് ജില്ലകളിലെ പ്രാതിനിധ്യമാണ്. ജില്ലകളിലെ പ്രാതിനിധ്യത്തിൽ കോഴിക്കോട് പാറക്കൽ അബ്ദുള്ളയും, പാലക്കാട് 8 MLA മാത്രമേ ഉള്ളൂ. ശംസുദ്ദീൻ, അദ്ദേഹം മണ്ണാർക്കാട് 4ാം തവണയാണ് വിജയിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരും ഉറപ്പായി. മലബാറിന് പുറത്ത് ഒരു ജില്ലയിൽ കൂടി മന്ത്രിസ്ഥാനം വേണം, കാരണം മലബാറിൽ മാത്രമായി ചുരുങ്ങാൻ പാടില്ല എന്നാണ് പാർട്ടിയുടെ നയം. ആ അർത്ഥത്തിലാണ് വി അബ്ദുൽ ഗഫൂറിന് കളമശ്ശേരിയിൽ നിന്നും വിജയിച്ച വി അബ്ദുൽ ഗഫൂർ നറുക്ക് വീഴുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മലപ്പുറം ജില്ലയിൽ നിന്ന് 2 മന്ത്രിമാർ, പി കെ കുഞ്ഞാലിക്കുട്ടി അല്ലാണ്ട് ഒരു മന്ത്രിക്ക് മാത്രമേ സാധ്യതയുള്ളൂ. കെ എം ഷാജി, പി കെ ബഷീർ എന്നിവരായിരുന്നു പരിഗണന പട്ടികയിൽ ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ കെ എം ഷാജിയെ ഒഴിവാക്കി പി കെ ബഷീർ 4ാം തവണ MLA ആവുന്ന പി കെ ബഷീർ നൽകാമെന്നൊരു ചർച്ചകൾ ഉയർന്നിരുന്നു. പക്ഷേ വലിയ തോതിലുള്ള സമ്മർദ്ദം പാർട്ടിക്ക് മുന്നിൽ വന്നതാണ്. കാരണം കെ എം ഷാജി ലീഗിലെ ഒരു ജനകീയനായ നേതാവാണ്. വലിയ തോതിൽ യുവാക്കളും അതോടൊപ്പം തന്നെ മറ്റുള്ള ആൾക്കാരും ഒക്കെ മാത്രമല്ല പിണറായി സർക്കാരിനെതിരായ പോരാട്ടത്തിൽ വലിയ തോതിൽ മുന്നിൽ നിന്ന വ്യക്തിയാണ് കെ എം ഷാജി. അതുകൊണ്ട് തന്നെ എം കെ മുനീർ കൂടി ഇല്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നൽകണമെന്ന ശക്തമായ വാദങ്ങൾ ഉയർന്നു. ഈ ഘട്ടത്തിലാണ് പി കെ ബഷീറിന് പകരം കെ എം ഷാജി തന്നെ ഏറെക്കുറെ ഉറപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തി നിന്നിട്ടുണ്ട്. എന്തായാലും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഇന്നോ നാളെ ഇത് പ്രഖ്യാപിക്കും. പ്രഖ്യാപനം വരെ ഒരു പക്ഷേ നമുക്ക് ഒരു ഫൈനൽ എന്ന് പറയാൻ കഴിയില്ല. എന്തായാലും മലപ്പുറത്ത് 2 പേരും, കോഴിക്കോട്, പാലക്കാട്, എറണാകുളം ജില്ലകളിൽ നിന്ന് 3 പേരുമായി 5 മന്ത്രിമാർ വി ഡി സതീശൻ മന്ത്രിസഭയിലും മുസ്ലിം ലീഗിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, കെ എം ഷാജി എന്ന പേരിലേക്ക് മുസ്ലിം ലീഗ് എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. എന്തായാലും ഔദ്യോഗിക തീരുമാനം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറയും. അത് ഇന്ന് രാത്രിയോ നാളെയോ ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.